ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നോർവേയോട് പരാജയപ്പെട്ടുകൊണ്ടാണ് ബ്രസീൽ ഇത്തവണത്തെ വേൾഡ് കപ്പിൽ നിന്നും പുറത്തായത്. കാർലോ ആഞ്ചലോട്ടിയുടെ എല്ലാ തന്ത്രങ്ങളും പാളിയ ഒരു കാഴ്ചയായിരുന്നു നമുക്ക് ആ മത്സരത്തിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ബ്രസീലിയൻ മാധ്യമമായ ഓ ഗ്ലോബോ എസ്പോർട്ടസ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഈ മത്സരത്തിൻ്റെ തോൽവിക്ക് കാരണം അത് കാർലോ ആഞ്ചലോട്ടിയാണ് എന്നുള്ളത് CBF ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാർലോ ആഞ്ചലോട്ടിക്ക് മത്സരത്തിൽ മിസ്റ്റേക്കുകൾ പറ്റി എന്നുള്ളത് CBF ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനുകൾ തെറ്റായി പോയിരുന്നു എന്നാണ് CBF ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർ ജൂനിയർ, എൻറിക്കെ എന്നിവരെ കാർലോ ആഞ്ചലോട്ടി രണ്ടാം പകുതിയിൽ പകരക്കാരുടെ റോളിൽ കൊണ്ടുവന്നു. കൂടുതൽ ഫ്രഷ്നെസ് കിട്ടാനും ഡെപ്ത് കിട്ടാനും വേണ്ടിയാണ് ഇവരെ താൻ കൊണ്ടുവന്നത് എന്നായിരുന്നു കാർലോ ആഞ്ചലോട്ടി മത്സരശേഷം പറഞ്ഞിരുന്നത്. പക്ഷേ ഈ സബ്സ്റ്റിറ്റ്യൂഷനുകൾ പാളി എന്നാണ് ഇപ്പോൾ CBF മനസ്സിലാക്കിയിട്ടുള്ളത്. അത് വേണ്ട രൂപത്തിൽ ഇമ്പാക്റ്റ് ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല, മധ്യനിരയിൽ ബ്രസീലിന് കളി നഷ്ടമാവുകയും ചെയ്തു എന്നുള്ളത് ഇപ്പോൾ CBF മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തോൽവിക്കുള്ള കാരണം അത് കാർലോ ആഞ്ചലോട്ടിയും അദ്ദേഹത്തിൻ്റെ തെറ്റായ സബ്സ്റ്റിറ്റ്യൂഷനുകളുമാണ് എന്നുള്ളത് CBF തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ കൈവിടാൻ CBF ഇപ്പോൾ ഒരുക്കമല്ല. കാർലോ ആഞ്ചലോട്ടിയെ അവർ നിലനിർത്തുകയാണ്. 2030 വരെ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ട്. ആ കോൺട്രാക്റ്റ് പൂർത്തിയാക്കാൻ തന്നെയാണ് തീരുമാനം. 2030 വരെ ബ്രസീലിൻ്റെ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി തുടരും എന്നുള്ളത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആഞ്ചലോട്ടിക്ക് കഴിഞ്ഞ മത്സരത്തിൽ മിസ്റ്റേക്ക് പറ്റിയെങ്കിലും അദ്ദേഹത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ബ്രസീൽ ഇപ്പോൾ പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നത്. 2028 കോപ്പ അമേരിക്ക ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അതിനു മുന്നേ നല്ലൊരു ടീമിനെ അദ്ദേഹത്തിന് ബിൽഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം വീണ്ടും കാണാം.